ഗിരിയേട്ടാ, നമുക്കിവിടുന്ന് ഒരുമിച്ചിറങ്ങിയാലോ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. നമ്മൾ ഒരുമിച്ചിറങ്ങിയ മഞ്ജു എന്ത് കരുതുന്ന എനിക്കറിയാം. ഞാനൊരു കൂട്ടുകാരിയുടെ വീട്ടിലേക്കാ പോന്നെ. അവളോട് യാത്ര ചോദിച്ച ശേഷം ഞാൻ ഗിരിയേട്ടനെ വിളിക്കാം. അപ്പൊ ആ വീട്ടിലേക്ക് എന്നെ പിക്ക് ചെയ്യാൻ വന്നാ മതി. വൈകരുത്. അല്ല, നിന്നോട് ഗിരിയേട്ടൻ എങ്ങോട്ട് പോകുന്നു പറഞ്ഞ്? സൈറ്റിലേക്കാണെന്നായിരിക്കും. എന്നോട് എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ വെച്ച് കാണാന്നാ പറഞ്ഞ്. പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തിലാ. നീ വെറുതെ ഞങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട പ്രീതി. നിങ്ങൾ തമ്മിൽ ആകെ ഒരു തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെന്നാ. നിങ്ങൾ തമ്മിൽ പരസ്പരം കൊല്ലാതെ ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചത് തന്നെ വലിയ അത്ഭുത. അല്ലെങ്കിലും ഒരു പോലീസുകാരിയും ഗുണ്ടയും നല്ല ദമ്പതികളാവൂ. അതും പോരാത്തതിന് നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള പക. നല്ലൊരു അവസരം കിട്ടിയാ നീ ഗിരിയേട്ടനെ നിന്റെ അച്ഛനെ കൊന്ന കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യില്ലേ? നീ അതും ചെയ്യും, എനിക്കറിയാം. ഇങ്ങനെ ഗിരിയേട്ടനോട് കൂറ് കാണിക്കാത്ത ഒരു ഭാര്യയെ അദ്ദേഹം എന്തിനു സ്നേഹിക്കണം? നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞതുകൊണ്ട് ഞാൻ ഗിരിയേട്ടനെ സംശയിക്കാൻ പോകുന്നില്ല. ശരി, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണ്ട. ഇതെന്റെ കൂട്ടുകാരിയുടെ വീടിന്റെ ലൊക്കേഷനാ. ഞാനിത് നിന്റെ ഫോണിലേക്ക് അയച്ചുതരാം.